ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ബീട്രൂട്ട് ഫ്രൈ. വളരെ രുചികരമായൊരു റെസിപ്പി. നിങ്ങൾ ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ ബീട്രൂട്ടാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതുപോലെ വേണം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ. നമ്മുടെ കുട്ടികൾക്കും നമുക്കും കഴിക്കാനുള്ളതില്ലേ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ വലിപ്പമൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ബീട്രൂട്ട് വെച്ച് നിങ്ങൾ തയ്യാറാക്കിക്കോളും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വറുത്ത അരിപ്പൊടി നമുക്കൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്കിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കായം പൊടിച്ചത് 1/4 ടീസ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ പൊടിയായി അരിഞ്ഞ നമ്മുടെ ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാൻ മറക്കണ്ട കേട്ടോ. കുറേശ്ശെ വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 2-3 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴഞ്ഞെടുത്തതിന് ശേഷം എല്ലാം ഇതിമേ പിടിച്ചിട്ടുണ്ടാവും. ആ പരുവത്തിൽ വേണം നമുക്കൊന്ന് കിട്ടാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം. നന്നായി ചൂടാവണം. നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്ത് ഓരോന്നും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ വേണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ. ഒട്ടിപ്പിടിക്കാൻ തീരെ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇട്ട വശം തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. തീ മീഡിയം ഫ്ലെയിമിലേക്കും ഹൈ ഫ്ലെയിമിലേക്കും മാറ്റിയിട്ടിട്ട് വേണം ഇതിങ്ങനെ വേവിച്ചെടുക്കാൻ. ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്കും ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലേക്കും ഇങ്ങനെ മാറ്റി ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരുമൊരാന്നുള്ള ഒരു ബീട്രൂട്ട് ഫ്രൈ ആണിത്. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും ഈ ബീട്രൂട്ടിൻ്റെ മീതെയുള്ള മസാലയെല്ലാം. അപ്പോൾ ഇത് നമുക്ക് കോരി എടുക്കാട്ടോ. നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബീട്രൂട്ട് നല്ല ക്രിസ്പ്നെസ് ആയി വരാൻ ആ സമയത്ത് നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. കണ്ടോ, തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം. പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ടിക് ടിക് എന്നുള്ള സൗണ്ടായിരിക്കും ഇതിൻ്റെ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ബീട്രൂട്ട് ഫ്രൈയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ അടുത്ത ട്രിപ്പും ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ ബീട്രൂട്ട് ഫ്രൈയും ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പപ്പായയും ഉരുളൻകിഴങ്ങും എല്ലാം തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ തയ്യാറാക്കി നമുക്കിത് കൊടുക്കാം. വളരെ രുചികരമായ ഒന്നായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കറിവേപ്പില നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഈ കറിവേപ്പില കോരിയിട്ട് നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് വിതറി കൊടുക്കാം കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ ഈ വേപ്പില ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കോരിയിട്ട് നമ്മുടെ ബീട്രൂട്ട് വെച്ച പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ രുചികരമായ ഒന്നാണ്. നല്ല അഭിപ്രായമാണ് ഇത് കഴിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട്. നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിന്നും ഇതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ അവർക്ക് ഇതുപോലെ തന്നെ ബീട്രൂട്ട് കിട്ടിയാൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ.